Good evening, dear friends. Once again, welcome back to my channel. അക്കൗണ്ടൻസി ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കായി തീവ്രമായി പഠിച്ചൊരുങ്ങുന്ന കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോ സീരീസുകളിൽ 9ാമത്തെ വീഡിയോയാണ് ഇത്. മുൻ വർഷത്തെ പൊതുപരീക്ഷയുടെ ചോദ്യോത്തരങ്ങൾ ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോകളാണിവ. ഈ വീഡിയോയിൽ പറയുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചൊരുങ്ങിയാൽ മുഴുവൻ മാർക്കും വാങ്ങി അക്കൗണ്ടൻസിക്ക് ഉന്നത വിജയം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. എളുപ്പത്തിലും പാഠഭാഗങ്ങൾ ലളിതമായി മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ വീഡിയോയിൽ ഇന്ന് നാം പഠിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന 2 ചാപ്റ്ററുകളിലെ ഇൻഫർമേഷൻസ് ആണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ചാപ്റ്റർ 10 ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ചാപ്റ്റർ സമ്മറി ആൻഡ് ചാപ്റ്റർ വൈസ് അനാലിസിസ് ഓഫ് previous 10 years questions and answers. Chapter summary. Meaning of computer. Computer is an electronic digital machine that acts as per the set of instructions, that is programs or softwares, and is used for processing raw data into meaningful information. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിജിറ്റൽ മെഷീനാണ്. ഇതിൻ്റെ പ്രവർത്തനം എന്നത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടം അഥവാ പ്രോഗ്രാം അഥവാ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് റോ ഡേറ്റയെ പ്രോസസ്സിങ്ങിലൂടെ മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആക്കി മാറ്റുവാനായിട്ട് സഹായിക്കുന്നു. ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മയിൽ കുറിച്ചാൽ ഇതിൻ്റെ കാര്യം, ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വളരെ ലളിതമായി എഴുതാം. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിജിറ്റൽ മെഷീൻ ആൻഡ് ആക്ട്സ് ആസ് പെർ ദ സെറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇത് പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്താലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ 3ാമത്തെ പോയിന്റ്, യൂസ്ഡ് ഫോർ പ്രോസസ്സിംഗ് റോ ഡേറ്റ ഇൻറ്റു മീനിങ് ഫുൾ ഇൻഫർമേഷൻ. ഈ 3 പോയിന്റുകൾ മനസ്സിൽ കുറിച്ച് വെക്കുക. 2ാമത്തത്, എലമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. 1 ഹാർഡ്വെയർ, 2 സോഫ്റ്റ്വെയർ, 3 പീപ്പിൾ, 4 പ്രൊസീജിയർ, 5 ഡേറ്റ കണക്ടിവിറ്റി. ഈ 5 എലമെന്റ്സ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് 5 എലമെന്റ്സ് ഉണ്ട്: ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ, പ്രൊസീജിയർ ആൻഡ് ഡേറ്റ കണക്ടിവിറ്റി. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. കേപ്പബിലിറ്റീസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ കേപ്പബിലിറ്റി എന്തൊക്കെയാണ്? 1 സ്പീഡ്, വേഗത എന്നുള്ളതാണ്. 2 ആക്യുറസി, കൃത്യത എന്നുള്ളതാണ്. 3 റിലയബിലിറ്റി, സമയബന്ധിതമായി വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. 4 വേഴ്സറ്റാലിറ്റി, ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. 5 സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, ഡേറ്റ സുരക്ഷിതമായി സ്റ്റോർ ചെയ്യുകയും ആവശ്യ സമയത്ത് പുറത്തെടുക്കാനുള്ള കഴിവ്.
ഈ 5 കഴിവുകളാണ് കമ്പ്യൂട്ടറിന്റെ കേപ്പബിലിറ്റി എന്ന് നാം മനസ്സിലാക്കുന്നത്. പ്രൈമറി സ്റ്റോറേജ് മെമ്മറി. ഒരു കമ്പ്യൂട്ടറിന് 2 പ്രൈമറി സ്റ്റോറേജ് മെമ്മറികളാണുള്ളത്. ഒന്ന് റാം, ഒന്ന് റോം. എന്താണ് റാം? റാൻഡം ആക്സസ് മെമ്മറി. ടെമ്പററി മെമ്മറി ഇൻ വിച്ച് ഡാറ്റ പെർസിസ്റ്റ്സ് വെൻ ദ പവർ ഈസ് സ്വിച്ച് ഓൺ ആൻഡ് ഓഫ്. പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻ നഷ്ടപ്പെടാതെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന താൽക്കാലിക മെമ്മറിയെയാണ് റാം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് റോം? റീഡ് ഓൺലി മെമ്മറി. ഇറ്റ് കണ്ടെയ്ൻസ് ദ പ്രോഗ്രാംസ് ദാറ്റ് ഈസ് റിക്വയർഡ് വെൻ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓൺ. കമ്പ്യൂട്ടർ ടേൺ ഓൺ ആകുന്ന ടൈമിൽ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാമുകൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റോം അഥവാ റീഡ് ഓൺലി മെമ്മറി. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒരു കമ്പ്യൂട്ടറിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? 4 പോരായ്മകളാണ് നാം ഓർത്തു വെക്കേണ്ടത്. ലാക്ക് ഓഫ് കോമൺ സെൻസ്. സാമാന്യ ബുദ്ധി ഇല്ലായ്മ. ലാക്ക് ഓഫ് കോമൺ സെൻസ്. സെക്കൻഡ് വൺ, കമ്പ്യൂട്ടർ ഹാവ് നോ ഇന്റലിജൻസ്. കമ്പ്യൂട്ടർ ഹാവ് നോ ഇന്റലിജൻസ്. കമ്പ്യൂട്ടറിന് ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്വയം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി ഇല്ല എന്നുള്ളതാണ്. ലാക്ക് ഓഫ് ഇന്റലിജൻസ്. മൂന്നാമതായി പറയുന്നു ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മ. കമ്പ്യൂട്ടറിന് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുവാനുള്ള കഴിവ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. 4, നോ ഫീലിങ്സ്. പ്രത്യേകിച്ച് വികാരങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ 4 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, ലാക്ക് ഓഫ് കോമൺ സെൻസ്. 2, കമ്പ്യൂട്ടർ ഹാവ് നോ ഇന്റലിജൻസ്. തേർഡ് വൺ, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, നോ ഫീലിങ്സ്. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒന്ന്, ഇൻപുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയെ എൻട്രി ചെയ്യിക്കുന്നതിന് ഉപയോഗിക്കുന്ന സഹായിക്കുന്ന ഭാഗമാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഏതൊക്കെയെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 1, കീബോർഡ്. 2, മൗസ്. 3, സ്കാനർ. 4, ജോയ്സ്റ്റിക്. 5, ലൈറ്റ് പെൻ. മൈക്രോഫോൺ. ടച്ച് സ്ക്രീൻ. ബാർകോഡ് റീഡർ. അങ്ങനെ 8 ഇൻപുട്ട് യൂണിറ്റുകളെ കുറിച്ചാണ് നാം ഇവിടെ പറഞ്ഞത്. 8 ഇൻപുട്ട് യൂണിറ്റുകൾ. രണ്ടാമതായി ഔട്ട്പുട്ട് യൂണിറ്റുകളെ കുറിച്ച് നമ്മൾക്ക് ശ്രദ്ധിക്കാം. 1, മോണിറ്റർ. അതിൻ്റെ വേറൊരു പേര് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ് എന്നും വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നും ഒക്കെ നാം ഉപയോഗിക്കുന്നു. മോണിറ്റർ. രണ്ടാമത് സ്പീക്കർ. മൂന്നാമതായി പ്രിന്റർ, പ്രൊജക്ടർ, ഹെഡ്സെറ്റ്, പ്ലോട്ടർ. അങ്ങനെ 6 ഔട്ട്പുട്ട് യൂണിറ്റുകളെ കുറിച്ച് നാം പറയുന്നു. അടുത്തതായിട്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. സെക്കൻഡറി സ്റ്റോറേജ്, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജുകൾ ഏതൊക്കെയാണ്? 1, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുവാനായിട്ട് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നു. 2, പെൻ ഡ്രൈവ്സ്. പെൻ ഡ്രൈവുകൾ ഉപയോഗിക്കുന്നു. 3, CD, കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയുന്നത്. 4, DVD. ഇവയെല്ലാം ഡാറ്റ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുവാനായിട്ട് സെക്കൻഡറി സ്റ്റോറേജുകളായിട്ട് ഉപയോഗിക്കുന്നവയാണ്. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം അഥവാ CAS? CAS is an accounting information system that processes the financial transactions and events to produce reports as per user requirements. ഒരു ഉപയോഗിക്കുന്ന വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ഡേറ്റകളും റിപ്പോർട്ടുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്ന സിസ്റ്റമാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഇവന്റ്സിനെയും ആവശ്യ സമയത്തെ കൃത്യമായി ആവശ്യക്കാർക്ക് പ്രൊഡ്യൂസ് ചെയ്യത്തക്ക രീതിയിൽ ക്രമീകരിച്ച് തരുന്ന സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, അഥവാ CAS എന്ന് വിളിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം.
കാസിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് 10 അഡ്വാൻറ്റേജുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, ലാർജ് വോളിയം ട്രാൻസാക്ഷൻസ്, വലിയ ട്രാൻസാക്ഷനും വലിയ അളവിൽ ട്രാൻസാക്ഷൻ നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. 2, സ്കെയിലബിലിറ്റി, അളക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. 2, സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഉണ്ട്. ലോവർ കോസ്റ്റ്, ചെലവ് കുറവാണ്. ഇത് ഡേറ്റ രൂപീകരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെയുള്ള ചെലവ് കുറവ്. ലെസ് പേപ്പർ വർക്ക് കുറവാണ്. ആക്യുറേറ്റ്, കൃത്യത ഉണ്ട്. എന്നും ഡേറ്റ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ടൈം റിപ്പോർട്ടിംഗ്, സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ക്വറി ഫോർമേഷൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇവയൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കാസ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് അല്ലെ? ഡിസ്അഡ്വാൻറ്റേജസ്, കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ചാർജ് കൂടുതലാണെന്ന്. ഡിസറപ്ഷൻ, തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്റ്റാഫ് ഒപ്പോസിഷൻ, തൊഴിലാളികളുടെ എതിർപ്പ്. സിസ്റ്റം ഫെയിലിയർ, സിസ്റ്റത്തിന്റെ പോരായ്മകൾ. ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി, ഇൽ എഫക്ട് ഓർ ഹെൽത്ത്. ഇൻഎബിലിറ്റി ടു ചെക്ക് അൺആന്റിസിപ്പേറ്റഡ് എറേഴ്സ്, മുൻകൂട്ടി പ്രതീക്ഷയില്ലാത്ത തെറ്റുകളും സംഭവിച്ചു കൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് കാറ്റഗറീസ് ഓഫ് അക്കൗണ്ടിംഗ് പാക്കേജ്. അക്കൗണ്ടിംഗ് പാക്കേജിന് 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന്, റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ. ഇതിന്റെ പ്രത്യേകത നോട്ട് ഫോർ എനി സ്പെസിഫിക് യൂസർ ബട്ട് ഫോർ ദ യൂസേഴ്സ് ഇൻ ജനറൽ. റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർസിന്റെ പ്രത്യേകത ഇതൊരു സ്പെസിഫിക് യൂസറെ ഉദ്ദേശിച്ച് രൂപീകരിക്കുന്നതല്ല. എല്ലാ യൂസേഴ്സും ജനറൽ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ് രണ്ടാമത്തത്. മേക്കിംഗ് ചേഞ്ചസ് ഇൻ ടു ദ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ ടു സിറ്റ് ദ സ്പെസിഫിക് റിക്വയർമെന്റ് ഓഫ് യൂസേഴ്സ്. ഒരു റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന ആളുടെ പ്രത്യേക താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിൽ മാറ്റം വരുത്തി ഉപയോഗിക്കാവുന്നതിനെയാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മൂന്നാമത്തത് പറയുന്നു ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ടു ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് യൂസർ സ്പെസിഫിക് സോഫ്റ്റ്വെയർ. ഉപയോഗിക്കുന്ന വ്യക്തിയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേകതരം സോഫ്റ്റ്വെയർസ് ആണ് ടൈലർ മെയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങൾ: 1 ടാലി, 2 എക്സ്, 3 ഡാക് ഈസി, 4 പീച്ച് ട്രീ. ഇവയൊക്കെയാണ് സാധാരണ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് എടുത്തു പറയേണ്ടവ. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് മാനുവൽ അക്കൗണ്ടിംഗ്. മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ്? Computerized accounting, data can be easily processed and statements can be prepared with a high speed and accuracy. ഡാറ്റ വളരെ എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്യാനും ഒപ്പം വളരെ വേഗത്തിൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുവാനും കൃത്യതയോടുകൂടി പബ്ലിഷ് ചെയ്യുവാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാന പ്രത്യേകത. 2, മാനുവൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ നോട്ട് ബി പ്രിപ്പയർഡ് വിത്ത് സച്ച് സ്പീഡ് ആൻഡ് ആക്യുറസി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഇത്ര സ്പീഡോ ആക്യുറസിയോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് ഉള്ള ഒരു പോരായ്മ. 2, മാസ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ വെരി സ്മോൾ സ്പേസ് ആൻഡ് ബ്രോഡ് ബാക്ക് വെരി ഈസിലി. കൂടുതൽ ഡാറ്റ കുറഞ്ഞ സ്ഥലത്ത് സൂക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകതയാണ് വളരെ കൂടുതൽ ഡാറ്റ ഒരു കുറഞ്ഞ സ്പേസിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത്. 2, മാനുവൽ അക്കൗണ്ടിംഗ്. ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ലാർജ് നമ്പർ ഓഫ് ബുക്സ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ ഈസ് വെരി ടീഡിയസ് ജോബ്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഡാറ്റ സ്റ്റോറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്ന പ്രക്രിയയാണ്. ഏതെങ്കിലും സമയത്ത് ഡാറ്റ ഒന്ന് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീണ്ടും തുറന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് പിടിച്ച ഒരു വർക്കായി മാറുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.
3 കോഡിംഗ് ഈസ് എസെൻഷ്യൽ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ആയതിനാൽ കോഡിംഗ് എന്ന് പറയുന്നത് നിർബന്ധമാണ്, എസെൻഷ്യൽ, ആവശ്യമാണ്. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ കോഡിങ്ങിന്റെ ആവശ്യം ഇല്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ക്ലോസിംഗ് എൻട്രിയുടെ ആവശ്യം വേണ്ടിവരുന്നില്ല. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് എൻട്രി എഴുതേണ്ടി വരും. അത് പോസ്റ്റ് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർക്കുക. 5ാമത്തെ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആർ ലെസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ തെറ്റിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ തെറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. ഇനി മുൻ വർഷത്തെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ചേർത്താണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ദ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടേഴ്സ് ആർ കളക്റ്റീവ്ലി കോഡാസ്. ഒരു ഫിസിക്കൽ കമ്പോണന്റിനെ പ്രധാനമായിട്ടും വിളിക്കപ്പെടുന്നത് വിളിക്കപ്പെടുന്നതാണ് ഹാർഡ്വെയർ. ഒരു കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണൻസിനെ പ്രധാനമായിട്ടും വിളിക്കപ്പെടുന്നത് ഹാർഡ്വെയർ എന്നാണ്. 2010 മാർച്ചിലെ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. അതിനോടനുബന്ധിച്ച് എങ്കിൽ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഡാഷ് ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിനായിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? സോഫ്റ്റ്വെയർ എന്നാണ്. 3ാമതായി എന്താണ് ഹ്യൂമൻവെയർ? പീപ്പിൾ ഇന്ററാക്ടിംഗ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ആർ കോൾഡ് ഹ്യൂമൻവെയർ ഓർ ലീവ്വെയർ. കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തികളെ അറിയപ്പെടുന്നത് ഹ്യൂമൻവെയർ എന്നാണ്. ഹ്യൂമൻവെയർ അല്ലെങ്കിൽ ലൈവ് വെയർ. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. പ്രോസസ്ഡ് ഡാറ്റ ബിക്കം ഡാഷ് ഇൻഫർമേഷൻ. ഡാറ്റ പ്രോസസ്സിന് ശേഷം അത് അറിയപ്പെടുന്നത് ഇൻഫർമേഷൻ എന്നാണ്. 2012 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, ടാലി ERP9 ഈസ് an dash software. Tally ERP is an application software. 6th one, a series of operations in certain specific order to achieve the desired result in data processing is termed as procedures. മാർച്ച് 2013 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ഭാഗം 7th one, a tailor made accounting software is usually suitable for a large type of business. വലിയ കുത്തക മുതലാളിമാർ, ലാർജ് ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾക്കാണ് എപ്പോഴും ഈ പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ ടൈലർ മെയ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അനുയോജ്യമായവ. മാർച്ച് 2015 ചോദ്യമാണ്. ഐഡന്റിഫൈ ദ ലിമിറ്റേഷൻസ് ഓഫ് കാസ് ദ ഫോളോയിങ്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ പോരായ്മകൾ. ഇംപ്രൂവ്മെന്റ് 2018 ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 1, ഡിസറപ്ഷൻ. താഴെ തന്നിരിക്കുന്നതിലെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡിസറപ്ഷൻ, സ്കെയിലബിലിറ്റി, സ്റ്റാഫ് ഒപ്പോസിഷൻ, ലെജിബിലിറ്റി. ഇവ 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. ഇതിലെ അതിന്റെ പോരായ്മകൾ മാത്രം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 ഡിസറപ്ഷൻ, 2 സ്റ്റാഫ് ഒപ്പോസിഷൻ. ഇവ രണ്ടുമാണ് അതിന്റെ പ്രധാന 2 ലിമിറ്റേഷൻസ്. ഈവൻ ദോ ദ കമ്പ്യൂട്ടേഴ്സ് possess many capabilities, they suffer from a number of limitations. Mention any 4 points. കമ്പ്യൂട്ടറിന്റെ 2 ലിമിറ്റേഷൻസ് പറയാം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാർച്ച് 2010 2012 സേ പരീക്ഷയിലും ചോദിച്ച ചോദ്യമാണ്. റൈറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. 2015 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. കമ്പ്യൂട്ടറിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? 4 പോരായ്മകളാണ്. 1, ലാക്ക് ഓഫ് കോമൺ സെൻസ്. 2, കമ്പ്യൂട്ടർ ഹാവ് നോ ഇന്റലിജൻസ്. 3, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. 4, നോ ഫീലിംഗ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 11ാമത്തത്, വാട്ട് ഈസ് കമ്പ്യൂട്ടർ? എന്താണ് കമ്പ്യൂട്ടർ? എക്സ്പ്ലെയിൻ ഇറ്റ്സ് കേപ്പബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ളത് 2011 മാർച്ചിൽ 6 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഉണ്ടോ? ഒന്നാമതായിട്ട് പറയുന്ന കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. രണ്ടാമത് പറയുന്നു ആക്ട് ആസ് പെർ ദ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയത്? യൂസ്ഡ് ഫോർ പ്രോസസിങ് റോ ഡാറ്റ ഇൻറ്റു മീനിങ് ഇൻഫർമേഷൻ. റോ ഡാറ്റയെ മീനിങ് ഇൻഫർമേഷൻസ് ആക്കി മാറ്റുവാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അടുത്ത, എന്താണ് കമ്പ്യൂട്ടറിന്റെ കേപ്പബിലിറ്റി? സ്പീഡ്, ആക്യുറസി, റിലയബിലിറ്റി, വെർസറ്റാലിറ്റി, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഇവ 5 കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ കേപ്പബിലിറ്റീസ്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് കോമൺ സെൻസ്, കമ്പ്യൂട്ടർ ഹാവ് നോ ഇന്റലിജൻസ്, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്,
no feelings. Next one, Mr. A maintains his accounts manually. Mr. B uses computers for the preparation of accounts. State any two differences between two systems. സേ 2012 2 മാർക്കിന് ചോദിച്ചതാണ്. കമ്പ്യൂട്ടറിൻ്റെ മാനുവലിയും അല്ലാതെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള ചോദിച്ചിരിക്കുന്നു. 2012 സേ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിച്ചതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഒരേ ടൈപ്പിൽ ആൻസർ വരുന്നവ ഒന്നിച്ച് ചേർത്ത് പറയുകയാണ്. മാനുവൽ അക്കൗണ്ടിംഗ് വേഴ്സസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. ഇനി 4 പോയിന്റ്സ് 4 പോയിന്റുകൾ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അടുത്തത് അത് ചോദിച്ചിരിക്കുന്ന മാർച്ച് 2010 4 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തതായിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് 2011 സേ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഡാറ്റ ക്യാൻ ബി ഈസിലി പ്രോസസ്ഡ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് ആക്യുറസി. വളരെ വേഗതയിൽ കൃത്യതയോടുകൂടി ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ പ്രത്യേകത. മാനുവൽ അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കനോട്ട് ബി പ്രിപ്പയർഡ് വിത്ത് സച്ച് എ സ്പീഡ് ആൻഡ് ആക്യുറസി. ആ സ്പീഡിലൊന്നും ഒരു ഡാറ്റയും പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല. വളരെ സാവധാനത്തിലേ ചെയ്ത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മാസ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ വെരി സ്മോൾ സ്പേസ്. കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഒരു ചെറിയ സ്ഥലം മതിയാവും. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ധാരാളം ബുക്കുകളുണ്ട്. ബുക്കുകൾ സൂക്ഷിക്കാനായിട്ട് സ്ഥലം കൂടുതൽ വേണം. ഡാറ്റ റിട്രീവ് ചെയ്യണമെങ്കിൽ അതിനേക്കാൾ തിരക്ക് പിടിച്ചതും ബുദ്ധിമുട്ട് പിടിച്ചതുമായ ഒരു ജോലിയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ, കോഡിംഗ് ഈസ് എസെൻഷ്യൽ. മാനുവൽ അക്കൗണ്ടിങ്ങിന് കോഡിംഗ് ഈസ് നോട്ട് എസെൻഷ്യൽ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ക്ലോസിംഗ് എൻട്രീസ് ആർ നോട്ട് നെസസറി. ഇവിടെ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ക്ലോസിംഗ് എൻട്രീസ് ആർ നെസസറി. അഞ്ചാമത്തെ, പോസിബിലിറ്റി ഓഫ് എറേഴ്സ് ആർ ലെസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ തെറ്റുകൾ കുറയാനുള്ള സാധ്യത കുറവാണ്. കുറയാനുള്ള തെറ്റുകൾ തീരെ കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ തെറ്റുകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. 15th question, computerized accounting has many advantages over manual accounting. List any 2 advantages of computerized accounting. മാർച്ച് 2015 2016 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. Computerized accounting is more helpful in decision making when compared manual accounting. മാനുവൽ അക്കൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്, തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. ഗീവ് എനി 2 പോയിന്റ്സ് ഫേവറിംഗ് ദിസ് ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റ് കറക്റ്റ് ആവുന്ന രീതിയിൽ അതിനെ അനുകൂലിക്കുന്ന 2 നിലപാടുകൾ പറയുന്നു. മാർച്ച് 2013 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ഹൗ ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് മോർ ഹെൽപ്ഫുൾ ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ദാൻ മാനുവൽ അക്കൗണ്ടിംഗ്. മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ ഉപരി ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതൽ സഹായകമാകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് എന്നാണ് പറഞ്ഞത്. 2011 മാർച്ചിലെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. The uses of computers in accounting called computerized accounting. Explain 4 advantages. മാർച്ച് 2010 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറയാനാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് 10 ആണുള്ളത്. 1, ലാർജ് വോളിയം ട്രാൻസാക്ഷൻസ്. 2, സ്കെയിലബിലിറ്റി. 3, സെക്യൂരിറ്റി. 4, ലോവർ കോസ്റ്റ്. 5, ലെസ് പേപ്പർ വർക്ക്. 6, ആക്യുറേറ്റ്. 7, അപ്ഡേറ്റിംഗ്. 8, ടൈം റിപ്പോർട്ടിംഗ്. 9, ക്വറീസ് ആൻഡ് 10, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്. 19th question, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് പോരായ്മകൾ ഇല്ലാതില്ല. വാട്ട് പോയിന്റ്സ് വുഡ് യു സ്ട്രെസ് ഓൺ ടു സപ്പോർട്ട് ദി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 വിവരങ്ങൾ പറയുമോ എന്നാണ് ചോദിക്കുന്നത്. 2015 സേ പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അതേപോലെ തന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ, give any two limitations of computerized accounting system. മാർച്ച് 2017 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. 1, cost of training. 2, disruption. 3, staff opposition. 4, system failure. 5, breach of securities or ill effect on health. 7, inability to check unanticipated errors. അടുത്തതായിട്ട് പറയുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. മാർച്ച് 2015 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. 1, ഒപ്റ്റിക്കൽ പെന്ന്, VDU, പ്രിന്റർ, സ്മാർട്ട് കാർഡ് റീഡർ, കീബോർഡ്, മൗസ്. ഇത്രയും തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും എന്താണെന്ന് വേർതിരിക്കാനാണ്. 1, ഒപ്റ്റിക്കൽ പെൻ, സ്മാർട്ട് കാർഡ് റീഡർ, കീബോർഡ്, മൗസ് എന്നിവ ഇൻപുട്ട് ഡിവൈസും VDUവും പ്രിന്ററും ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് ഉപയോഗിക്കുന്നതാണ്.
അടുത്ത ഭാഗത്തേക്ക് കടക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് സൂട്ടബിൾ നെയിം ടു ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിന് അനുയോജ്യമായ പേര് പറയുക. സോഫ്റ്റ്വെയർസ് റെഡിലി അവൈലബിൾ ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ റെഡി ആയിട്ട് അവൈലബിൾ എന്ന് പറയുന്ന കസ്റ്റമൈസ്ഡ് അല്ലെ റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ എന്നാണ്. രണ്ടാമത്തെ, സോഫ്റ്റ്വെയർ മെയ്ഡ് ആസ് പെർ ദ റിക്വയർമെന്റ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിനെ വിളിക്കുന്ന ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്നാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 4 എലമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും 4 എലമെന്റുകൾ പറയുക. 2015 സേ പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ചോദ്യമാണ്. 1 ഹാർഡ്വെയർ, 2 സോഫ്റ്റ്വെയർ, 3 പീപ്പിൾ, 4 പ്രൊസീജിയർ എന്നിങ്ങനെ 4 ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നുള്ള വീഡിയോയ്ക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കൂടുതൽ ഭാഗങ്ങളുമായി അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിന്റെയും ഇക്കണോമിക്സിന്റെയും കൂടുതൽ ഭാഗങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.